നമ്മളിൽ പലരും ഈ ഒരു 70-80 ട്രാപ്പിൽ ഇങ്ങനെ കിടക്കാണ്. ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആ ട്രാപ്പിൽ കിടന്നിട്ട് പിന്നീട് അത് ക്ലിയർ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ കുറച്ച് മാർക്ക് കുറവായിരിക്കും, പക്ഷേ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കുമ്പം അവിടെ വന്ന് വീണ്ടും കിടക്കും. അല്ലെങ്കിൽ 2, 3, 4 തവണ അവിടെ വന്ന് ഈ 70-80 വന്ന് കിടക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. നമുക്ക് ഒരു ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം അവർ സാമാന്യം നല്ലപോലെ എഫേർട്ട് ഇടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല ഫൈനലി. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു 70-80 ട്രാപ്പിൽ വന്ന് കിടക്കാനുള്ള കാരണങ്ങൾ നോക്കുന്നു, അതിൻ്റെ സൊല്യൂഷൻ നോക്കുന്നു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും 70-80 ട്രാപ്പിൽ വന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ഓക്കെ, സോ നന്ദന ആൻഡ് ഭരത് രണ്ടുപേരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് മുതൽ ക്ലിയർ ചെയ്ത് പിന്നീട് കുഴപ്പമില്ലാണ്ട് എല്ലാ അറ്റംപ്റ്റും ക്ലിയർ ചെയ്തവരാണ്. വിമലാണെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റ് കുറച്ച് ലൈറ്റായിട്ട് കൊടുത്താണ്, പക്ഷേ സെക്കൻഡ്, തേർഡ് അറ്റംപ്റ്റിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് ഫോർത്ത് അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്തത്. അപ്പം നമുക്ക് ഈ 70-80 ട്രാപ്പിനുണ്ടാകാനുള്ള പ്രധാന, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു പ്രധാന റീസൺ ഈ 70-80 നമ്മൾ കിടക്കുന്നത്, നമുക്ക് അതിൽ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ എന്തായിരിക്കും? സർ, എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ്, ഇപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് കണ്ടന്റിലായാലും പ്രാക്ടീസിലായാലും പ്രിപ്പറേഷൻ ഗ്യാപ്സ് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ മേ ബി അതായിരിക്കണം നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിപ്പറേഷൻ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഒരു അനാലിസിസ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ പെർഫോമൻസിൻ്റെ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റോ സെക്കൻഡോ അറ്റംപ്റ്റിൽ കയറാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ UPSCയിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. ഞാൻ ചെയ്തിരുന്ന അതാണ്. ഞാൻ എൻ്റെ ആക്ച്വൽ UPSC പേപ്പർ എടുത്തിട്ട് ഒന്ന് നോക്കി എങ്ങനെയാണ് ഞാൻ പെർഫോം ചെയ്തത്, ഏതൊക്കെ ഏരിയാസിലാണ് ഞാൻ വീക്കായിട്ട് പോയത്, ഏതൊക്കെ ഏരിയാസിലാണ് സ്ട്രോങ് ആയത്, ഓൾസോ എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, അതിൽ ആക്യുറസി എത്ര വന്നു. അപ്പം ഞാനൊരു 83 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പിക്ചർ വന്നു, ഓക്കെ അതിൽ 50 കറക്റ്റായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അപ്പോൾ ഇനി സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒരു 5 to 10 കൂടെ കറക്റ്റായ ഐ മൈറ്റ് ക്ലിയർ. ആൻഡ് എക്സാക്ട്ലി അതുപോലെ തന്നെ സെക്കൻഡ് അറ്റംപ്റ്റിൽ 83 തന്നെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, ഒരു 60+ ഞാൻ കറക്റ്റാക്കി. അപ്പോൾ ഐ തിങ്ക് ആ ഒരു അനാലിസിസ് ഓഫ് അവർ ഓൺ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു അനാലിസിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം കുറച്ചുകൂടെ ഡീപ്പറായിട്ട് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു 70-80s എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അനാലിസിസ് ഒന്നുകൂടെ കമ്പാർട്ട്മെൻറ്റ് വൈസ്ഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ എവിടെയാണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത്, എവിടെയാണ് സ്ട്രെങ്ത് ഉള്ളതെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും എന്താണ് നമ്മുടെ പെർഫോമൻസ്, ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് മാർക്സ് കുറയുന്നത്, ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് കൂടുതൽ മാർക്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡയറക്റ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ്, എവിടെയാണ് നമുക്ക് ലാക്ക് ചെയ്യണത്, എവിടെയാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണത്, ഈ ഒരു രീതിയിൽ വളരെ കോംപ്രഹെൻസീവായിട്ട് വേണം അനാലിസിസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഒരു 70-80s എത്തിക്കഴിഞ്ഞ് ഫർദർ നമുക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നെസസറിയാണ്. ഫർദർ എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാവണമെങ്കിൽ. സോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾക്ക് എന്താ പറയുക സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇതെല്ലാം നോക്കിയിട്ട് വേണം ആ ഒരു അനാലിസിസ് കംപ്ലീറ്റ് ആവാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഒന്ന് സബ്ജക്റ്റിനെ ഏത് സബ്ജക്റ്റാണ് വീക്ക് ആൻഡ് സ്ട്രോങ് എന്ന് നോക്കുക. അത് നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും ഞാൻ ഇതിൽ സ്ട്രോങ് ആണ്, ഇതിൽ വീക്ക് ആണെന്ന്. ബട്ട് അത് കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ പലപ്പോഴും എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിൽ, ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പിൽ ഹിസ്റ്ററി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്രിലിംസിലും അതുപോലെ ടെസ്റ്റ് സീരീസിലും ഹിസ്റ്ററിയിൽ എൻ്റെ മാർക്സ് ഭയങ്കര ലോ ആണ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് മേ ബി കുറച്ച് കണ്ടന്റ് ഉണ്ട്, എന്നാൽ അത് കൺവേർട്ട് ആവുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ് സയൻസ് ആൻഡ് ടെക്നോളജിനെ കുറിച്ച് എനിക്ക് ഒരു പിടിയില്ല, പക്ഷെ എന്നാൽ പോലും ചില ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ലോജിക്ക് വെച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സോ ഡോണ്ട് കൺഫൈൻ യുവർ അനാലിസിസ് ടു ദ സബ്ജക്റ്റ്.
അതിൻ്റെ ബേസ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത് ഒന്നുകിൽ ബെസ്റ്റ് സംഭവം UPSCയുടെ ഒരു PYQs ചെയ്ത് നോക്കുക, അതിൽ നിങ്ങൾ എങ്ങനെ ഫെയർ ചെയ്യുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ IPTS പോലുള്ള എന്താ പറയുക ടെസ്റ്റ് സീരീസിൻ്റെ നിങ്ങൾ എങ്ങനെ ഫെയർ ചെയ്യുന്നു എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് കണ്ടന്റ് വേണം, പക്ഷേ അത് മാത്രം അതിൽ ഒതുങ്ങരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടന്റ് നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്യുന്നു, നമ്മൾ ഏകദേശം ഇത് ചെയ്യുന്നു. പക്ഷേ ഇനി സബ്ജക്റ്റ് വൈസ് ഒക്കെ വേരിയേഷൻസ് ഉണ്ടാവില്ലേ? അതായത് എല്ലാ സബ്ജക്റ്റും ഒരേപോലെയാണോ പഠിക്കേണ്ടത്? അല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മൾ സെൽഫ് അനാലിസിസ് പറഞ്ഞ പോലെ തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് UPSC ഏത് ഏരിയാസിനാണ് UPSC ചോദിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. PYQs അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് അതാണ്. UPSC ചോദിക്കുന്ന തീംസ് ഏതൊക്കെയാണ്, ഓൾസോ ഏത് സബ്ജക്ട്സിലാണ് കൂടുതൽ UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ദി യൂഷ്വൽ സസ്പെക്ട്സ്, പോളിറ്റി, എൻവയൺമെൻറ്റ്, ഇതൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്ട്രോങ് ആക്കുക, അങ്ങനത്തെ ഏരിയാസ് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ നന്ദന പറഞ്ഞ പോലെ നമ്മുടെ ഏരിയാസ് ഇപ്പോൾ ചില വീക്ക് ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ ആ ഏരിയാസിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാപ്പിൽ കിടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കോൺഫിഡൻസ് കാരണം ഒരേ ഏരിയ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ ഏൻഷ്യൻ ബുക്ക് തുറക്കാൻ പോലും താല്പര്യം ഉണ്ടാവാതെ ഒരു അവസ്ഥ വരാം. അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പോളിറ്റി തന്നെ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മോഡേൺ തന്നെ പിന്നെയും വായിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ അതൊന്നും നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഏരിയാസിൽ കൂടുതൽ ഒരു ഫോക്കസ് കൊടുത്ത് പോകണം. അതിൽ PYQs സെർട്ടൻലി ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിനും ഓരോ ഡിമാൻഡായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും ഡിമാൻഡ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്കണോമി ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റി, ഓരോ സംഭവങ്ങൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻ, ഫോർ ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അതിൻ്റെ ആ ഒരു ഡൈനാമിക്സ് ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് മാപ്പിംഗ്, അല്ലെങ്കിൽ ജോഗ്രഫിയിലെ മാപ്പിംഗ് പോലത്തെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പോളിറ്റിയിൽ ആർട്ടിക്കിൾസ്, ഇതെല്ലാം നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ആ കൺസെപ്റ്റിൽ ഉള്ള ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആ ഒരു ഇൻ്റർ റിലേഷൻ നമുക്ക് നന്നായിട്ട് അറിയണം. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറച്ചൊക്കെ ലോജിക്കലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എലിമിനേഷൻ ട്രിക്സ് അത് ചിലപ്പോൾ മാൻഡേറ്ററി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ സബ്ജക്റ്റും എന്താണ് ഡിമാൻഡ് ചെയ്യണത് നമ്മുടെ അടുത്ത് നിന്ന്, അതേപോലെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എന്താണ് നമ്മുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യണത്, ഇത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഓടി നടന്ന് പഠിക്കാതെ എവിടെ ഹിറ്റ് ചെയ്താൽ അത് കൊള്ളും എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്ത് പഠിക്കാനും കുറച്ചുകൂടെ എന്താ പറയുക, ആ ഒരു ആക്യുറസി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും. അതിനോട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കോൺക്ലേവ് ഇവിടെ വെക്കാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഒരു 7 മാസമുണ്ട്. അതിനർത്ഥം നമ്മൾക്ക് പഠിക്കാം എന്ന് മാത്രമല്ല, ചില കാര്യങ്ങളിൽ നമ്മൾ മുമ്പ് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്രയോറിറ്റൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സമയമാണ്. ജനറലി കാണുന്നൊരു ട്രെൻഡ്, അത് ഞാനും ചെയ്തൊരു ട്രെൻഡ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ അറ്റംപ്റ്റിലും ഒരേ കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്രിലിംസ് പൊട്ടുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പ്രിലിംസിൽ ചെയ്ത അതേ സംഭവം ചിലപ്പോൾ കുറച്ച് നേരം കൂടുതൽ പഠിക്കും. 5 മണിക്കൂറിന് പകരം 6 മണിക്കൂർ പഠിക്കും, 6 പകരം 7 മണിക്കൂർ പഠിക്കും എന്നല്ലാണ്ട് നമ്മൾ അപ്പോൾ ഫിസിക്കൽ എനർജി ഒരുപാട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ മെൻ്റൽ എനർജി കൊടുക്കുന്നില്ല. മെൻ്റൽ എനർജി പലപ്പോഴും ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ പാസ്സായ അറ്റംപ്റ്റിന് മുമ്പ് ഒരു വർഷം ബ്രേക്ക് എടുത്തിരുന്നു. അതിന് മുമ്പ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ ദിവസം കുത്തിയിരുന്ന് ചിന്തിച്ചു, എന്താണ് പറ്റുന്നത്, ഇത് എന്ത് ചെയ്താൽ മാറാൻ പറ്റും എന്നുള്ള രീതിയിൽ. ആ തിങ്കിങ് ആർക്കും നിങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ആ ഒരു സ്പേസും കൂടി ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് പ്രിലിംസിന് 2 മാസം മുമ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ ചെയ്യാൻ പറ്റും. യു സ്റ്റിൽ ഹാവ് ടൈം. ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയമുണ്ട്. മറ്റേ സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഒന്ന് കെയർഫുൾ ആയാൽ കൊള്ളാം. നിങ്ങൾക്ക് ചില സബ്ജക്ട്സ് സ്ട്രോങ് ആയിരിക്കും, ചില സബ്ജക്ട്സ് വീക്ക് ആയിരിക്കും. പേഴ്സണലി എനിക്ക് ജോഗ്രഫി കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്ന ഒരാളാണ് കമ്പയർഡ് ടു അതർ സബ്ജക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സയൻസ് ആൻഡ് ടെക്നോളജി ഭയങ്കര ടഫാണെന്ന്.
2022 അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, വംശധാര റിവറോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ജോഗ്രഫിയാണ്. എൻ്റെ സ്ട്രോങ് ഏരിയ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓപ്ഷൻസ് വായിച്ച് നോക്കിയപ്പോൾ ഒരു ഓപ്ഷൻ പോലും എനിക്കൊരു പിടിയില്ല. ഏതോ ഒരു ഓപ്ഷൻ എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, പക്ഷേ ബാക്കിയൊന്നും ഒരു പിടിയില്ല. സോ എൻ്റെ ഈഗോ അവിടെ ഉണർന്നു. ഞാൻ ആ ക്വസ്റ്റ്യനിൽ ഒരു 2.5-3 മിനിറ്റ് അതിലിരുന്നു. എന്നിട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് വാസ്, എനിക്കൊരു 30 ചോദ്യത്തോളം സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ ഒരു 70 ക്വസ്റ്റ്യൻ എത്തിയപ്പോഴും ടൈം തീർന്നു. അപ്പോൾ ഒരു 15-20 മാർക്കോളം അവിടെ നഷ്ടമാവുകയാണ് ചെയ്തത്. ആൻഡ് ഈ ചോദ്യവും തെറ്റിപ്പോയിട്ടോ. സോ ആ ഒരു ഈഗോ വെച്ച് നിങ്ങൾ ഇരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് 1 out of 100. ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ ആവാം, അറിയാത്ത ഏരിയ ആവാം, പക്ഷേ അതിന് ആവശ്യമുള്ള മെറിറ്റ് മാത്രം, അതിനാവശ്യമുള്ള റെസ്പെക്റ്റ് മാത്രം കൊടുക്കുക. അതറിയില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഈഗോ നിങ്ങൾ മാത്രം അറിയുന്നുള്ളൂ. സോ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിപ്പറേഷൻ ഗ്യാപ്പാണ്. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഡീപ്പ് അനാലിസിസ്. നമ്മൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോയി നമ്മളുടെ ഇഷ്യൂസ് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് കുറേയൊക്കെ ഇൻഡിവിജ്വലി തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോ ഇൻഡിവിജ്വലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ ഡീപ്പായിട്ടുള്ള അനാലിസിസിലേക്ക് നിങ്ങൾ സമയമെടുത്ത് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, അടുത്തൊരു ഏരിയ എന്തായിരിക്കും? നമ്മൾ പ്രിപ്പറേഷൻസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു റീസൺ എന്തായിരിക്കും കിട്ടാതെ പോകാൻ? എനിക്കൊന്ന് ഇനഫ് പ്രാക്ടീസ് ഇല്ലാത്ത ഒരു കാര്യമായിരിക്കാം. നമ്മളിപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മിത്ത് ബസ്റ്റർ പറഞ്ഞു കണ്ടന്റിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുക, പക്ഷേ പ്രാക്ടീസ് അധികം ചെയ്യാതിരിക്കുക. അപ്പോൾ മേ ബി ദാറ്റ് ഇസ് വൺ പ്രോബ്ലം. പ്രാക്ടീസ് ഇല്ലായ്മയായിരിക്കാം ഒരു ഇഷ്യൂ. ആക്ച്വലി പ്രാക്ടീസ് സത്യത്തിൽ ഇത് രണ്ടും കണക്റ്റഡും കൂടെ അല്ലേ? സത്യത്തിൽ നമ്മുടെ ഈ പ്രിപ്പറേഷൻ ഗ്യാപ്പിനെ നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനും നമുക്ക് ആക്ച്വലി പ്രാക്ടീസ് ഒരുപാട് ഹെൽപ്ഫുൾ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സീരീസ് എപ്പോഴും റിലൈസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു കീപ് ഓൺ ട്രാക്ക്. ലൈക്ക് നമ്മൾ ട്രാക്കിൽ ഇരിക്കും, അതേസമയം നമ്മൾ റെഗുലർ പ്രാക്ടീസ് സംഭവിക്കുകയും ചെയ്യും. ഈ റെഗുലർ പ്രാക്ടീസ് സംഭവിക്കുമ്പോൾ നമ്മുടെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മറ്റേ മോസ്റ്റ് ഓഫൺ കോട്ടഡ് ആയിട്ടുള്ള സെയിങ് ആണ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പോൾ പ്രാക്ടീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ പറഞ്ഞ പോലെ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ജസ്റ്റ് ഡൂയിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. നേരത്തെ രാഹുൽ പറഞ്ഞിരുന്നു, പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ റിവ്യൂ ചെയ്യണം. ആ പറഞ്ഞ പോലെ ആ കീ വായിക്കുക, നിങ്ങളുടെ പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. പ്രാക്ടീസ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞാൻ ഒരു സെക്കൻഡ് അറ്റംപ്റ്റിലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു സ്കോപ്പ് ഉണ്ടായപ്പോൾ ഒരു 500 to 600 ക്വസ്റ്റ്യൻസ് എല്ലാ സബ്ജക്റ്റിനും ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് വെച്ചിരുന്നു. അതിൽ വീക്കായിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സ്കില്ല് മാത്രമല്ല, നമ്മൾ കൂടുതൽ ഏരിയാസും കവർ ചെയ്യുന്നുണ്ട് അതിലൂടെ. നന്ദനയ്ക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? എനിക്ക് മെയിനായിട്ട് ഈ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ടെസ്റ്റ് എടുക്കുക. ഇത് ആ ഒരു 70-80 ഒരു 90-100ക്ക് എത്താൻ ഉള്ളൊരു മെയിൻ റീസൺ ആയിട്ട് തന്നെയാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണത്. പക്ഷേ ഭരത് പറഞ്ഞ പോലെ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടെസ്റ്റ് എടുക്കാനായിട്ട് നമ്മളെ ലിമിറ്റ് ചെയ്യണ മെയിൻ പ്രശ്നം പഠിച്ച് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, എത്ര പഠിച്ചാലും മതി വരില്ല. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു ബുക്ക് കഴിയട്ടെ, എന്നിട്ട് അത് ഫുൾ പഠിച്ച് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയാൽ ഇത് തീരൂല. സോ യു ഹാവ് ടു സ്റ്റോപ്പ് സംവെയർ. അത് നേരത്തെ പ്ലാൻ ചെയ്യണം എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കുമ്പോഴേ അത് കറക്റ്റ് എത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പോൾ അത് കണ്ടന്റ് ലിമിറ്റ് ചെയ്ത് എവിടെ നമ്മൾ പഠിത്തം നിർത്തി പ്രാക്ടീസ് തുടങ്ങണം എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എവിടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ എല്ലാ സബ്ജക്റ്റും 10-200 ടെസ്റ്റ് എടുക്കണോ, അതോ ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ ടെസ്റ്റ് എടുക്കേണ്ടത്, അത് ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് വീക്കായിട്ടുള്ള ഏരിയാസിലായിരിക്കണം കൂടുതൽ ടെസ്റ്റ് എടുത്ത് നോക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്.
ഓൺ ദി അതർ ഹാൻഡ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ജോഗ്രഫി എനിക്ക് കമ്പാരിറ്റീവ്ലി വലിയ ഇഷ്യൂ ഇല്ല. അത് ഞാൻ കംപ്ലീറ്റ്ലി പഠിച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റഡ് 3 or 4 ടെസ്റ്റ് എടുക്കുന്നു, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണു, പിന്നെ റിവിഷൻ ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ് ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചത് ടെസ്റ്റ് എടുത്തിട്ടാണ് പഠിച്ചത്. ഒരു 8 or 9 ടെസ്റ്റ് എടുത്ത് അങ്ങനെ അതിൽ കീ പഠിച്ച് അങ്ങനെ ടോപ്പിക്ക് കവർ ചെയ്യുക ചെയ്തത്. സോ എവിടെ എത്ര ടെസ്റ്റ് എടുക്കണം, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇതിന് ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണത് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ഇതിൽ ഞാൻ പറയുവാണെങ്കിൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്നതിന് മാത്രമായിട്ട് ഒതുക്കരുത്. അതിൽ കുറേ കോമ്പണൻസ് ഉണ്ടാവും. വളരെ സിമ്പിളായ ഒരു കാര്യം റിവിഷൻ എന്നുള്ളതാണ്. അപ്പോൾ മോർ ദാൻ ഒരുപാട് കണ്ടന്റ് വായിച്ച് കൂട്ടുന്നത് നല്ലതായിരിക്കാം, നല്ലതോ മോശമാവാം. അതിനൊപ്പം തന്നെ നിങ്ങൾ എടുക്കുന്ന കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസ് ആണെന്ന് വെച്ചോ. ഇപ്പോൾ പത്രമാണെങ്കിൽ പത്രത്തിനെ കുറിച്ച് നിങ്ങൾ നോട്ട് ഉണ്ടാക്കി, ഒരു 2 ആഴ്ച കഴിഞ്ഞ് ആ നോട്ട് ഒന്നുകൂടി വായിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടി വായിക്കുന്നത് എപ്പോഴും നടക്കുമൊന്നുമില്ല കേട്ടോ. ഞാനും കഴിഞ്ഞ അറ്റംപ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 5 മാസം പത്രം വായിച്ചുള്ളൂ. പക്ഷേ ആ 5 മാസം കൃത്യമായിട്ട് വായിച്ചിരുന്നു. ഒരു ദിവസം പോലും ഇടാണ്ട് ജൂൺ ടു ഒക്ടോബർ 5 മാസം വായിച്ചിരുന്നു. അതുകൊണ്ട് ഗുണവും ദോഷമുണ്ട്. ഒന്ന്, അതിനുശേഷമുള്ള കറണ്ട് അഫയേഴ്സിനൊക്കെ എനിക്കൊരു പിടിയില്ലായിരുന്നു പ്രിലിം സമയത്ത്. പക്ഷേ 2 or 3 ചോദ്യങ്ങൾ എനിക്ക് വെർബാറ്റും ഞാൻ പത്രത്തിൽ നിന്നും എടുത്ത നോട്ടിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് വന്നു. സോ അത് അന്ന് വായിച്ചു നോട്ട് എടുത്തത് കൊണ്ടല്ല, അതിനുശേഷം 1, 2, 3 തവണ റിവൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ്. സോ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞ കാര്യത്തെ നിങ്ങൾ കുറച്ചുകൂടി ബ്രോഡായിട്ട് കാണുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു 100 കാര്യം ചെയ്യുന്നതിലും നല്ലതാണ് നിങ്ങളൊരു 10 കാര്യം 2 തവണ അല്ലെങ്കിൽ 3 തവണ അല്ലെങ്കിൽ 4 തവണ ചെയ്യുന്നത്. അത് ആൻസർ റൈറ്റിങ്ങും ഇതാണെങ്കിൽ എല്ലാം. വൺ മോർ തിങ്, നിങ്ങൾ പ്രിലിംസിൽ പഠിക്കുന്ന പല കാര്യങ്ങളും റിവൈസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കൂടുതൽ ഇതിൽ ചെയ്യുന്ന റീട്രേഷൻസ് വരുന്നതിലൂടെ നിങ്ങൾക്ക് ചില കീ ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഭയങ്കര എളുപ്പത്തിൽ. അതിപ്പോൾ ഭരത്തിനോടൊക്കെ ചോദിച്ചാൽ അറിയായിരിക്കും. എന്തായാലും മെയിൻസ് പലതവണ എഴുതുമ്പോഴും മെയിൻസിൽ നമുക്ക് അത്ര സമയം ഉണ്ടാവില്ല. സോ പെട്ടെന്ന് പ്രിലിംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പല പോയിന്റ്സും ആയിരിക്കും എളുപ്പത്തിൽ കിട്ടുന്നത്. സോ ദാറ്റ് ഇസ് വൺ റീസൺ, ഇസ് ബിക്കോസ് യു പ്രാക്ടീസ് ഇറ്റ് എ ലോട്ട്, യു റിവൈസ് ഇറ്റ് എ ലോട്ട്. സർ, ഇവിടെ പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും മിസ് ഔട്ട് ചെയ്യണൊരു കാര്യം ഞാൻ പറയാം. എന്ത് ചെയ്യണ്ട അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണ്ട എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ പ്രാക്ടീസിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, ഞാൻ പൊതുവെ അറ്റംപ്റ്റ് ചെയ്യണത് ഒരു അറൗണ്ട് 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഏത് 10 ക്വസ്റ്റ്യൻ ആയിരിക്കണം ഞാൻ അറ്റൻഡ് ചെയ്യാതിരിക്കേണ്ടത് എന്നുകൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോക്കുമായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഡയറക്റ്റ്ലി എന്താ പറയുക ഒരു 4 ഓപ്ഷൻ തന്നിട്ട് എന്താണിത് മീൻ ചെയ്യണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ശരിയാവണത് തെറ്റണത് എന്നതൊക്കെ വെച്ചിട്ട് ഏത് 10 ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കേണ്ടത്, അല്ലെങ്കിൽ പഠിക്കണ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണ സമയത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ട എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ അടുത്തൊരു സിനിമയിൽ വരെ കേട്ടു, എന്ത് ചെയ്യണം എന്ന് അറിയണതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണ്ട എന്ന് അറിയണത് എന്ന് തോന്നുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുകൂടെ ഒന്ന് ബാക്ക് ഓഫ് ദ മൈൻഡ് ചിന്തിക്കുക. ഓക്കെ, അപ്പം നമ്മൾ 2 പോയിന്റുകളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഒന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ്, 2 നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളത്. സത്യത്തിൽ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. അടുത്തതാണ് യഥാർത്ഥ പ്രശ്നം, എക്സാം ഡേ മാനേജ്മെൻറ്റ്. ഓക്കെ, നിങ്ങളിതെല്ലാം പഠിക്കുന്നു, എല്ലാം സെറ്റാണ്. പക്ഷേ പ്രിലിംസിനോട് അടുക്കുമ്പോഴത്തേനും ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും ടെൻഷൻ അടിച്ച് തുടങ്ങും. ടെൻഷൻ കൂടുന്നു. പരീക്ഷ ഡേ ആകുമ്പോഴത്തേനും നിങ്ങൾ അതുവരെ പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതും എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ആ എക്സാം ഡേയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങൾ ക്ലിയർ ചെയ്യാതെ വരുന്നു. ഓക്കെ, എക്സാം ഡേ മാനേജ്മെൻറ്റ് നമുക്കത് എങ്ങനെ ഒന്ന് സെറ്റാക്കാം? സാർ പറഞ്ഞ വളരെ വലിയൊരു പോയിന്റാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, ഇത് കുഴപ്പമില്ലായിരുന്നു എന്നൊരു ഫീലിംഗ്. അത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. പക്ഷെ അത് നമ്മൾ വിചാരിക്കും അത് നമ്മുടെ കൺട്രോളിലല്ല, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ആക്ച്വലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ആ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഓൾസോ ത്രൂ ഔട്ട് ദി എക്സാം നമ്മൾ വളരെ കൂളായിട്ട്
ആയിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആക്ച്വലി ആ എക്സാം നമുക്ക് ഫേവറബിൾ ആയിട്ട് വരും. കാരണം അതിനുള്ള വർക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 70s 80s ട്രാപ്പിൽ കിടക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ 1-2 അറ്റംപ്റ്റ് ഒക്കെ അല്ലെങ്കിൽ 1-2 കൊല്ലം നിങ്ങൾ പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അക്യുമുലേറ്റഡ് നോളജ് ഓൾറെഡി ഉണ്ട്. ഈ അക്യുമുലേറ്റഡ് നോളജ് ആണ് നിങ്ങൾക്ക് അന്ന് അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, UPSC തന്നെ പല സ്ഥലത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ എവിടെ നിന്നൊക്കെയോ കേട്ട ഇൻഫർമേഷൻ വെച്ചായിരിക്കും നിങ്ങൾ അത് ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ ഡേ നിങ്ങൾ വളരെ കാമായിട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ആക്ച്വലി ഡു വണ്ടേഴ്സ്. അതിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞു പ്രിപ്പറേഷൻ ഗ്യാപ്പാണ് നമുക്ക് ഏറ്റവും ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക, പ്രിപ്പയർഡ് ആണ് നമ്മൾ എന്നറിയുന്നത് തന്നെ ഒരു വലിയ കോൺഫിഡൻസ് ആണ്. അത് തന്നെ നമുക്കൊരു മോട്ടിവേഷൻ തരും. ആ ദിവസം നമ്മൾ പ്രിപ്പയർഡ് ആണ്, അപ്പോൾ ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, ഇനി ചെയ്യാനുള്ളതൊക്കെ ആ എക്സാം ഹാളിലാണ് എന്നുള്ളൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഇത് നമുക്ക് അന്ന് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 1 month മുന്നേ എങ്കിലും ഈ ഒരു പ്രിപ്പയർഡ് ആണെന്നുള്ള ഫീലിംഗ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ ചെയ്ത്, കാരണം അവസാനത്തെ മന്ത് അല്ലെങ്കിൽ അവസാനത്തെ ഫ്യൂ വീക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ്റ്റ്ലി അബൌട്ട് ആർ മോട്ടിവേഷൻ, ആ മൊമെൻറ്റം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അവിടെ കൂടുതലൊന്നും പഠിക്കാനോ അഡീഷണലി സംഭവങ്ങൾ ചെയ്യാനോ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ആ സംഭവം മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് പയ്യെ നിങ്ങൾ സിമുലേഷൻ ടെസ്റ്റുകൾ എടുക്കുമ്പോഴും ഈ ഒരു സംഭവം തലയിൽ വെക്കണം. ദാറ്റ് ഞാൻ പ്രിപ്പയർഡ് ആണ്, ഞാൻ ഇനി കോൺഫിഡൻസോടെ ഇത് അറ്റംപ്റ്റ് ചെയ്യും എന്നുള്ളത്. ആൻഡ് ആ ഒരു പ്രാക്ടീസ് ഓഫ് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമ്മളെ അന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ 70-80 ട്രാപ്പിൽ പെട്ടെടുക്കുന്ന ഒരു മേജർ ചങ്ക് ഓഫ് ആൾക്കാരുടെ ഒരു ഇഷ്യൂ ആണ് ഈ എക്സാം ഡേയിലുള്ള സ്ട്രെസ്സ് കാരണം ഈ ട്രാപ്പിൽ പെട്ടുപോകുന്നു എന്നുള്ളത്. പിന്നെ ഈ ഒരു സ്ട്രെസ്സ് കാരണം യൂഷ്വലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മോഡൽ ടെസ്റ്റുകളിൽ ഫുൾ ടെസ്റ്റ് എടുക്കുന്ന ടൈമിൽ 2-3 റൗണ്ടൊക്കെ ചിന്തിച്ച് കറക്റ്റായിട്ട് 2-3 റൗണ്ട് ആ ഒരു പ്രോസസ്സ് കൂടെ പോണു, ഒരു കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ റിയൽ എക്സാം എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോൾ അത് കോംപ്രമൈസ് ചെയ്ത് കളയാണ്. ആ ഒരു സ്ട്രെസ്സ് കാരണം യൂഷ്വലി ചെയ്യണ പോലെ ചെയ്യാൻ പറ്റുന്നില്ല. ഫുൾ ടെസ്റ്റ് എടുത്ത അതേ ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സ് ഇവിടെ കൊടുക്കാൻ പറ്റണില്ല. ഈ 3 റൗണ്ട് ചെയ്തിരുന്ന ഒരാൾ 2 റൗണ്ടേ ചെയ്യണുള്ളൂ. ലാസ്റ്റ് ടൈം ക്രഞ്ച് വന്നിട്ട് ആ ഒരു ലാസ്റ്റ് അരമണിക്കൂറിൽ ടപ്പേന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് കുറേ എണ്ണം തെറ്റിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു, പക്ഷേ സ്ട്രെസ് ആ ഒരു കാര്യം കൊണ്ട് മാത്രം മിസ് ഔട്ട് ആവുന്നു. എന്നിട്ട് ഒരു വലിയ ഡിഫറൻസ് ഓഫ് മാർക്ക് വരികയാണ് അവിടെ, ഒരു 10 or 20. അപ്പോൾ ഇതിലെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു കാര്യം, സ്ട്രെസ്സ് വരും, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതിനെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളത് കുറച്ച് മുന്നേ തന്നെ ചിന്തിച്ചു തുടങ്ങുക, അപ്പോൾ പോയിട്ട് ചിന്തിക്കാതെ. ആൻഡ് വേറൊരു കാര്യം, ഇത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ UPSC ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ 23-ൽ സംഭവിച്ച പോലെ പാറ്റേൺ മാറാം. അപ്പോൾ ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ സ്ട്രെസ്സായിട്ട് ആ 5 ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ എത്ര മാർക്കിന് ഡിഫറൻസാണ് വരണേ. ഓൺ ദ അതർ ഹാൻഡ് അത് നമ്മളെല്ലാവർക്കും പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ എവ്രി വൺ ഈസ് ഗോണ ഹാവിങ് ദാറ്റ് സ്ട്രെസ് എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഐഡിയ മനസ്സിലാക്കിയെടുത്താൽ ചിലപ്പോൾ ബാക്കി 4 ക്വസ്റ്റ്യൻ ടപ്പേന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് ഉണ്ടാവും, അത് നാച്ചുറലാണ്, എല്ലാവർക്കും ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. ഈവൻ ആ ഒരു എൻവയോൺമെൻറ്റിലാണെങ്കിലും കുറച്ച് ടൈം എടുത്ത് പോസ് ചെയ്ത്, ഇപ്പോൾ എന്തെങ്കിലും പാറ്റേൺ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക എന്താണ് ഉദ്ദേശിക്കണതെന്ന്. സോ യു ക്യാൻ ഈസിലി ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ യു ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. എനിക്ക് തോന്നുന്നത് 1-2 കാര്യങ്ങൾ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് തിങ്, പ്രിലിംസ് എക്സാം ഡേ അതിനെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാത്രം കാണുക. ഇത് കഴിഞ്ഞാൽ പിന്നെ മെയിൻസും വേണം, അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ വേണം, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സർവീസിൽ കയറുക. പ്രിലിംസ് പാസ്സാകാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം തന്നെ നമുക്ക് പ്രിലിംസ് ആണ് എല്ലാം എന്നുള്ള ഒബ്സഷൻ മാറിക്കിട്ടും. ആ ഒബ്സഷൻ ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതാണ്
കിട്ടുന്നവർ വീണ്ടും 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 പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു. അത്രയും അറ്റംപ്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല. പക്ഷേ അതൊരു മെൻ്റൽ ഗെയിമാണ്. സോ ലുക്ക് അറ്റ് ദിസ് ആസ് എ 1 സ്റ്റെപ്പ് ഇൻ എ 3 or 4 സ്റ്റെപ്പ് പ്രോസസ്സ്. സെക്കൻഡ്ലി ചെയ്യാവുന്നൊരു കാര്യം, പാനിക് ആവുന്നത് വളരെ നോർമലാണെന്ന് മനസ്സിലാക്കുക. ഈ പ്രിലിംസിന് ഒരു മിഡ് വേ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ആയപ്പോഴേക്കും ഞാൻ ഫ്രീസ് ആയിരുന്നു. ഏതോ ഒരു ചോദ്യം കണ്ടു, എനിക്ക് അറിയാവുന്നൊരു ഏരിയ എന്നാണ്, ചോദ്യം അറിയില്ലായിരുന്നു, പക്ഷേ ഫ്രീസായി. ഞാൻ വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. അതേ ഓപ്ഷൻസ് വായിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. സോ വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ പേന താഴെ വെച്ചിട്ട് ഒരു 30-40 സെക്കൻഡ് ബ്രേക്ക് എടുത്തു, കുറച്ച് ബ്രീത്തൊക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് പതുക്കെ വീണ്ടും നോക്കിയപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് മേക്കിംഗ് സെൻസ്. സോ ഇറ്റ്സ് നോർമൽ, എല്ലാവർക്കും ഇത് സംഭവിക്കുന്നു മനസ്സിലാക്കുക. അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്നവർക്കും അത് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അത് ഒരു 90% ആൾക്കാർക്കും ടഫ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിൽ അത് 90% ആൾക്കാർക്കും ചിലപ്പോൾ ഈസി ആയിരിക്കും. സോ കോംപ്ലസൻസിയും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് കീറാമുട്ടിയാണെന്ന് വിചാരിക്കാനും പാടില്ല. ആ ഒരു പെർസ്പെക്റ്റീവ് മൈറ്റ് ഹെൽപ്പ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കണക്ട് ചെയ്യണ ഒരു കാര്യമാണ്, ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. അത് നോർമലാണ്. പലർക്കും ഉള്ളൊരു വിചാരം എന്താണെന്ന് വെച്ചാൽ എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇഷ്യൂ പലരും പറയലുണ്ട്. അതൊരു എന്താ പറയുക, മൈൻഡിൻ്റെ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നണേ. ഇപ്പോൾ ഡയസാറ് പറയാറുണ്ട്, ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 2-3 തെറ്റും. പക്ഷെ ആ തെറ്റിയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് അയ്യോ ഇത്ര ഈസിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു, ഇനി ബാക്കി ഞാനപ്പോൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യനൊക്കെ ഈസി ഉള്ളത് തെറ്റാം. ഇറ്റ്സ് നാച്ചുറൽ അല്ലേ? നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ചിലപ്പോൾ ഈസി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മളുടെ എന്തെങ്കിലും റീസൺ ചിലപ്പോൾ മറന്നുപോയത്. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഫോർഗെറ്റ് സം തിങ്സ്, റൈറ്റ്? അപ്പോൾ വളരെ ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ മറന്നുപോയി കാണും. സോ അതിൽ ഞാൻ അയ്യോ ഇത്രയും ഈസി ഉള്ളത് മറന്നുപോയി, അപ്പം ഞാൻ ബാക്കി എന്ത് ചെയ്യും, അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഈ എക്സാം ഡേ മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആക്ച്വലി ക്ലിയർ ചെയ്തിട്ട് ഉള്ളതെല്ലാം തന്നെ ഈ എക്സാം ഡേ മാനേജ്മെൻറ്റ് മാത്രം വെച്ചിട്ടാണ്. സെക്കൻഡ് അറ്റംപ്റ്റ് നല്ലപോലെ പഠിച്ചു, പക്ഷേ പിന്നെയുള്ള അറ്റംപ്റ്റുകൾക്കൊക്കെ ഞാൻ ഒരു ഫുൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ എൻ്റെ അഹങ്കാരം ഒന്ന് കുറയും. അപ്പോൾ ഞാൻ ഒരു 2 ആഴ്ച ഇരുന്ന് പഠിക്കും. പിന്നെ ലൈക്ക് ഐ നോ ലൈക്ക് ഈ ഒരു ഡേ അത് എനിക്ക് 12,000-ലോ 14,000-ലോ ഒരാളാകാനുള്ള കഴിവുകൊണ്ട് എനിക്ക് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനങ്ങ് പോകും. എനിക്കറിയാം ലൈക്ക് ഒരുപാട് എന്നേക്കാൾ നോളജ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇതിനു വേണ്ടി എക്സ്ട്രാ പഠിച്ച കറണ്ട് അഫയേഴ്സ് ഓരോ സബ്ജക്റ്റിലൊക്കെ ഭയങ്കര നോളജ് ഉള്ളവരുണ്ട്. കീപ്പിംഗ് ദാറ്റ് തിങ് അസൈഡ് 12,000-ൽ ഒരാളാകാനുള്ള കഴിവ് എനിക്കുണ്ട്. ഓക്കെ, സോ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സ്ട്രെസ്ഫുൾ. ഉറക്കം പ്രശ്നമാകാറുണ്ട്, അല്ലെങ്കിൽ അവസാനത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവസാനത്തെ ഒരു വീക്കൊക്കെ നല്ല ടെൻഷനായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ എക്സാം ഡേയിൽ ഐ നോ ലൈക്ക് അറ്റ്ലീസ്റ്റ് 4:30 വരെ ഞാൻ എങ്ങനെയും പിടിച്ച് നിന്ന് നല്ലൊരു എക്സാം എഴുതണം. ഓക്കെ, സോ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. അതാണ് അതിൻ്റെ പോയിന്റ്. ഓക്കെ, അത് എക്സാമിന് ഒരു 1 month മുന്നേ തന്നെ ഈ ഒരു കാര്യം ഓർക്കുക. ചിലപ്പോൾ ആ 1 month ആ മൊമെൻറ്റിൽ നിങ്ങൾ പരീക്ഷ ഒന്നും എഴുതാതെ പഠിക്കാതെ വെറുതെ ഇരുന്നിട്ട് നല്ലൊരു പരീക്ഷ എഴുതിയാലും പാസ്സാവും. ഓക്കെ, സോ ദാറ്റ്സ് ദ റിയാലിറ്റി. അപ്പോൾ ആ എക്സാം ഡേ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ മെൻ്റലി പ്രിപ്പയർഡ് ആകുക. എക്സാം ഡേയിൽ ഉറക്കം പ്രശ്നമാകാം, സ്ട്രെസ് വരാം, എന്ത് സംഭവിച്ചാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാം. ഓക്കെ, 4:30 വരെയെങ്കിലും.